ഒരു കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാകുകയായിരുന്നു. ബാഗെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരുത്തന്റെ ഭാര്യ ഒളിച്ചിട്ട് പണം അവന്റെ ബാഗിലിട്ടു. അവൻ ബാഗിൽ എന്തോ വെച്ചെന്ന് തോന്നി. അപ്പോൾ അവൻ ബാഗ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് പണമായിരുന്നു. അവൻ ഉടനെ തന്നെ അതെടുത്ത് അവളുടെ ബാഗിൽ തിരികെ വെച്ചു. അതിനുശേഷം അവൾ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ പണമെടുത്തത് അവനാണ്. ഭർത്താവ് ചോദിച്ചു, എന്ത് പണം? അവൾ പറഞ്ഞു, ഇന്ന് രാവിലെ അലമാരയിൽ നിന്ന് 2,00,000 രൂപ കാണാനില്ല, അത് അവനെടുത്തതാണ്. അവൻ പറഞ്ഞു, ഞാനൊന്നും എടുത്തിട്ടില്ല, നീ എന്റെ ബാഗ് നോക്കിക്കോ. ഭർത്താവ് പറഞ്ഞു, ശരി, ബാഗ് കാണിക്കൂ. അവൻ പറഞ്ഞു, എന്റെ ബാഗിൽ പണമുണ്ടെങ്കിൽ ഞാനിവിടെ നിന്നെല്ലാം വിട്ടുപോകും. അവൻ ബാഗ് തുറന്നു കാണിച്ചപ്പോൾ അതിലൊന്നുമില്ലായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാനായിരുന്നു, അതുകൊണ്ടൊന്നും വെച്ചിട്ടില്ല, നോക്കിക്കോ, ഇവിടെ പണമുണ്ടോ? അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ തന്നെയാണ് കണ്ടത്, അവനെടുത്തത്. അപ്പോൾ അവൻ ശാന്തമായി പറഞ്ഞു, പണത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഒന്നുകൂടി നോക്കിക്കോ. അവൻ അവളുടെ പേഴ്സ് എടുത്ത് ഭർത്താവിനു കൊടുത്തു, ഇതിൽ നോക്കിക്കോ. ഭർത്താവ് പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ പണം അതിനുള്ളിൽ നിന്നാണ് കിട്ടിയത്. അവൻ ചോദിച്ചു, ഇത് നിന്റെ ബാഗിൽ എങ്ങനെ വന്നു? അവൾ പറഞ്ഞു, അവൻ തന്നെയാണ് വെച്ചത് എന്നെ കൊടുക്കാൻ. ഭർത്താവ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പണം അവൻ എവിടെ നിന്നാണ് എടുത്തത്? സത്യം പറയൂ. അവൾ കരഞ്ഞു പറഞ്ഞു, അവനിവിടെ വന്നതിനുശേഷം നമ്മൾക്ക് പ്രൈവസി ഇല്ലാതായി, നീ എപ്പോഴും അവനോടൊപ്പമാണ്. എനിക്ക് അസൂയ തോന്നി, അതുകൊണ്ട് അവനെ പുറത്താക്കാൻ ഇങ്ങനെ ചെയ്തു. ഭർത്താവ് പറഞ്ഞു, ഒരു സുഹൃത്തിനോട് ഇങ്ങനെ മോഷണം ആരോപിച്ചത് ശരിയല്ല. അവൻ പറഞ്ഞു, നീ നേരെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെ, പക്ഷെ ഇതുപോലെ ചെയ്തത് വേണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ ക്ഷമിക്കണം, ഇനി ഇങ്ങനെയാവില്ല. ഭർത്താവ് പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കില്ല. അവൻ ഒടുവിൽ പറഞ്ഞു, ഞാൻ പോകുകയാണ്. അവൻ ബാഗെടുത്ത് പുറത്തേക്ക് പോയി. ഭർത്താവ് നിശബ്ദമായി നോക്കി നിന്നു.